എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന വയനാടാണ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് വയനാട് കംപ്ലീറ്റ്. നമുക്ക് വയനാട് എത്തിയിട്ട് വയനാട് കാണാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. വയനാട് കാണാനായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കുറുമിലങ്കോട് എന്നാണ് ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വയനാട് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ബാക്കിൽ കാണാം. വയനാട് കംപ്ലീറ്റ്, അതായത് ഒരു സ്ഥലം പോലും വിടാതെ മിസ് ചെയ്യാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ പോയി ഇവിടെ എല്ലാം ഒന്ന് വിശദമായിട്ട് കാണാം. ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ട്രക്കിംഗ് ചെയ്ത് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. ഏകദേശം 5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് വരണം. അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടിയിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നടക്കണം. ബൈക്കിലോ സ്കൂട്ടറിലോ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതുപോലത്തെ ട്രക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ഇപ്പം നിൽക്കുന്നതാണ് ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ടോപ്പ്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തൊട്ട് വയനാട്, അതായത് 360 ഡിഗ്രി നമ്മൾ കാണുന്ന വയനാടാണ്. ഇപ്പം നമ്മൾ കാണുന്ന ആ ഭാഗം കണ്ടപ്രദേശങ്ങളാണ്. അതായത് വയനാടിലെ കണ്ടങ്ങൾ ഇവിടെ നിന്നാൽ എവിടെയൊക്കെയാണോ നമുക്ക് കണ്ടകൃഷികളുള്ളത്, ആ കണ്ടം നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും. അതിനിടയിൽ കുറച്ച് വൃക്ഷമുള്ള സ്ഥലം, അതായത് കവുങ്ങല്ലാതെ ഉള്ള കണ്ടമല്ലാതെ ഉള്ള സ്ഥലമുണ്ടല്ലോ, റബ്ബറോ അല്ലെങ്കിൽ മരങ്ങൾ അങ്ങനെയുള്ള വൃക്ഷങ്ങളുള്ള സ്ഥലം നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും. അതിനപ്പുറത്ത് വീണ്ടും കണ്ടങ്ങളുണ്ട്, അതും നമുക്ക് കാണാൻ പറ്റും. വീണ്ടും വൃക്ഷങ്ങളുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ കാണുന്നത്. അതിനിടയിൽ അങ്ങ് ദൂരേക്കുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും. എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ബിൽഡിങ്സ് ആണോ, റോഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ അവിടുന്ന് വരുന്ന റോഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാൽ കാണാൻ പറ്റും. കുറച്ചിങ്ങോട്ട് മാറിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ സെയിം തന്നെയാണ്. എന്തൊക്കെയാണ് സ്കൂളുകൾ, കോളേജുകൾ, വലിയ ബിൽഡിങ്സ്, ആശുപത്രികൾ, അങ്ങനെ വയനാട് എന്താണ്, വയനാട് വന്ന് നമുക്ക് എല്ലാ സ്ഥലത്തും പോയി കാണാൻ പറ്റത്തില്ലെങ്കിൽ നേരെ ഈ ഒരു വ്യൂ പോയിൻറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാം കാട് പിടിച്ച് ഒക്കെ കിടക്കുവാണ്. അപ്പം കണ്ടോ, ഇവിടെ കടയെന്ന് പറഞ്ഞ സാധനമാണ് ഈ കാണുന്നത്. പക്ഷേ ഈ കടയിൽ അടച്ചിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞ് ആണ് ആൾക്കാർ ഇങ്ങോട്ട് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ആൾക്കാർ മെയിനായിട്ട് കുടിക്കാനുള്ള വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടേ വരാവുള്ളൂ, അല്ലാതെ ഇങ്ങോട്ടേക്ക് വരരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വെള്ളമൊന്നും കിട്ടത്തില്ല. ഏകദേശം നമ്മൾ ട്രക്ക് ചെയ്ത് കയറി വരുന്ന 5 കിലോമീറ്ററോളം നമ്മൾ നടന്നാണ് വരുന്നെങ്കിൽ, അല്ലെ വണ്ടിക്കാണെങ്കിൽ ആ ഭാഗത്തൊന്നും കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കയറി വരുന്നിടത്ത് ഇടയ്ക്കൊരു കടയുണ്ടായിരുന്നു, ആ കടയും അടഞ്ഞു കിടക്കുവാണ്. അപ്പം വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ട് വേണം വരാൻ. അപ്പം ഇത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മറിക്കുമ്പോൾ അടുത്തൊരു പോയിൻ്റായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് ഇവിടെ എന്താണ് നിന്നാൽ കാണാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് മാത്രമായിരുന്നു മുമ്പേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇത് ഇപ്പം വന്നപ്പം ഇതിൻ്റെ കറക്റ്റ് ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് മൊത്തം, അതായത് ഇതിൻ്റെ എല്ലാ സൈഡും ചുറ്റോട് ചുറ്റും ഇവിടെ നിന്നാൽ നമുക്ക് കാണാനായിട്ട് ഇത് സാധിക്കും. അപ്പോൾ ഞാൻ അവിടെയാണ് നിന്നത്, ആ പോയിന്റിലാണ് നിന്നെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് എൻ്റെ കിളികളൊക്കെ പറക്കുന്ന കാണാം. അങ്ങോട്ട് ദൂരോട്ട് നോക്കുമ്പോൾ നമുക്ക് മഞ്ഞ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല രീതിയിൽ മഞ്ഞ് അവിടെ നിന്ന് ഫോമായി വരുന്നുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ ഒരു പ്രദേശം മൊത്തം കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. കൂടുതൽ ഇങ്ങോട്ട് കൃഷികളാണ്, ബിൽഡിങ് കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്പോട്ടിൽ മാത്രമേ നമുക്ക് ബിൽഡിങ്സ് കൂടുതലുള്ളൂ, കൃഷി കുറച്ചായിട്ട്. ഈ ഭാഗത്തോട്ട് വരുമ്പോൾ കൃഷി കൂടുതലും ബിൽഡിങ്സ് കുറച്ചുമായിട്ടാണോ ഉള്ളത് കേട്ടോ. അവിടെ മലകളാണ് കാണുന്നത്, അങ്ങേയറ്റം നമ്മൾ കാണുന്നത് വലിയ മലകളാണ്. ആ മലകളിൽ നിന്ന് മഞ്ഞും ഫോമായിട്ട് വരുന്നുണ്ട്, അത് കാണാം. ഇവിടെ ഒരു കടയുണ്ട്, ഇതെന്തേ അടഞ്ഞു കിടക്കുകയാണ് കണ്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മണ്ടയിൽ വന്നാലുള്ളൊരു വ്യൂ. ഇത് ശരിക്കും നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും ഒരു കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മളിത് എത്ര വീഡിയോയിൽ കൂടെ കാണിച്ചാലും ശരിക്കും നമുക്ക് ഒരിക്കലും മനസ്സിലായില്ല. വയനാട് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. താഴെ ജീപ്പൊക്കെ അലൗഡാണ് നമുക്ക് മുകളിലേക്ക് വരാനായിട്ടുള്ളത്. ഈ റോഡ് ഓഫ് റോഡാണ്, അത് ഞാൻ വീണ്ടും പറയുകയാണ്. അത് കേപ്പബിളായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ. ഇല്ലാത്തവർ വന്നാൽ നടന്ന് നമ്മുടെ അടപ്പ് തെറിക്കും, ഉള്ള കാര്യമാണ്. ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ്. വന്ന വഴികളാണ് നിങ്ങളതിന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. കണ്ടോ, ഇതൊക്കെ വയനാടിൻ്റെ ഏറ്റവും ഉൾപ്രദേശങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് തനി മനുഷ്യർ, അതായത് പച്ചയായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇവരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ വീട് കണ്ടോ, താഴെ കണ്ടോ, നമുക്ക് വീട് കാണാം. കാപ്പിത്തോട്ടമുണ്ട്, വീടുണ്ട്. അപ്പം ഈ വീടുകളിലേക്കൊക്കെ വരുന്നവർ വളരെ അധികം കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. ഈ വഴി കണ്ടോ, ഈ വഴിയാണ് ഞാൻ കയറി മുകളിലേക്ക് വന്ന വഴി. കണ്ടോ, വഴി തിരിച്ചിനിയും താഴേക്കിറങ്ങണം. ഇത് മാത്രമൊന്നുമല്ല, ഇനി ഇഷ്ടം പോലെ വഴികളുണ്ട്, ഇതുപോലത്തെ കല്ലും ഒക്കെ നിറഞ്ഞ വഴികൾ. അതുപോലത്തെ വഴി കൂടാണ് ഞാൻ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയത്. വഴിയൊക്കെ കണ്ടോ, മാവ് എന്തോ കൃഷിയാണ്, കാപ്പിയാണ് കേട്ടോ.
കാപ്പിയുണ്ട്, അത് മാവോ എന്തോ കൃഷിയാണ്. എല്ലാം കാപ്പിത്തോട്ടങ്ങളാണ്, എസ്റ്റേറ്റുകളാണ്. കാപ്പിയുടെ എസ്റ്റേറ്റുകളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ നോക്കുമ്പോൾ അടിപൊളിയാണ്, ഇവർക്ക് ഈ വ്യൂ കാണാം. പക്ഷേ ഇവർക്ക് ഇങ്ങോട്ടുള്ള വണ്ടി സൗകര്യമൊക്കെ ഉണ്ടല്ലോ വളരെ പാടാണ്. അപ്പോൾ നമുക്കിവിടെ കയറി വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നത്. കണ്ടോ, എല്ലാം വീടുകളാണ്, ആൾക്കാർ താമസിക്കുന്ന വീടാണ്. ഈ വഴിയാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. ഇവിടെയൊക്കെ കുഴപ്പമില്ല, നല്ല വലിയ കുഴപ്പമില്ലാത്ത വഴിയാണ്. പക്ഷേ ഇടഭാഗം മൊത്തം ഇളകി മൊത്തം കിടക്കുവാണ്. അതുവഴിയൊക്കെ നടന്നു പോലും പോകാൻ വേണ്ടി ഭയങ്കര പാടാണ്. കടയുണ്ട്, പക്ഷേ ഇതെല്ലാം കാട് കയറി അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നവർക്ക് വെള്ളം പോലും കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. താഴെ നിന്ന് ഇങ്ങോട്ട് സാധനം കൊണ്ടുവരാൻ തന്നെ ഭയങ്കര പാടാണ്. നമ്മളിപ്പം കാണാൻ പോകുന്ന അടുത്ത വഴിയാണ് കേട്ടോ, നമ്മൾ നടന്നു വന്ന വഴിയാണ്. ഇവിടെ എൻ്റെ വണ്ടി ഞാൻ താഴെ വെച്ചിട്ടാണ് വന്നത്, കാരണം ഇങ്ങോട്ട് വണ്ടി കയറി വരില്ലെന്ന് ആൾക്കാർ പറഞ്ഞതുകൊണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴായാലും ഈവനിങ് സമയത്ത് മാത്രമേ വരാവുള്ളൂ. ഞങ്ങൾ വന്ന പോലെ ഒന്ന് ഉച്ച സമയത്ത് വരരുത് കേട്ടോ. ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നല്ല വ്യൂ ഒന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മൾ വയനാട് മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കങ്ങനെ സമയം ഫിക്സ് ചെയ്തുകൊണ്ട് വരാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ഏറ്റവും താഴ്വശം കാണാൻ പറ്റും. കണ്ടല്ലോ വഴി കണ്ടല്ലോ, ഇതാണ് ഇവിടോട്ട് കയറി വരുന്ന വഴി. എന്താ ഈ വഴി പോയി, മൺവഴി. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.